ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കങ്ങൾ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഗുരുതരമായ ശക്തിപ്രതിജ്ഞാ ലംഘനവും അധികാര ദുർവിനിയോഗവും നടത്തിയെന്ന് കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. ഒരു സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത ശേഷം സർക്കാരിന് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര അനുമതിക്കായി അപേക്ഷകൾ നൽകുന്നതിലടക്കം മുൻകൂർ ചാനലുകളിലൂടെ മന്ത്രിയുടെ വകുപ്പ് നേരിട്ട് ഇടപെടുകയായിരുന്നു. ഗോട്ടാൻഡ് എന്ന പരസ്യ കമ്പനി അയച്ച ഇമെയിലിൽ നിന്നാണ് ഈ നീക്കങ്ങളുടെ തുടക്കം. എന്നാൽ ഇമെയിൽ അയക്കുന്നതിന് വെറും 20 ദിവസം മുൻപ് മാത്രം രജിസ്റ്റർ ചെയ്തതും 1 ലക്ഷം രൂപ മാത്രം പെയ്ഡ് ക്യാപിറ്റൽ ഉള്ളതുമായ ഈ കമ്പനിയുടെ മുൻപരിചയമോ വിശ്വാസ്യതയോ പരിശോധിക്കാതെയാണ് ലോകപ്രശസ്തനായ ഒരാൾ താരത്തെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ആരംഭിച്ചതായും മന്ത്രി വിമർശിച്ചു. മന്ത്രിയുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായ ഇമെയിലുകൾ വഴി 2 വർഷത്തോളം നീണ്ട ഈ കത്തിടപാടുകൾ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നില്ല. ഇത്രയും കാലം ഇത്തരം ആശയവിനിമയങ്ങൾ മറച്ചുവെച്ചതിൽ സ്വകാര്യ താൽപ്പര്യങ്ങളുണ്ടെന്ന ആരോപണവുമുണ്ട്. കൂടാതെ ഈ കത്തിടപാടിൽ അമീറ ആയിഷ് ബീഗം എന്ന സ്ത്രീയുടെ പേര് പരാമർശിക്കപ്പെട്ടതും അവർക്ക് മന്ത്രി കത്തുകൾ കോപ്പി അയച്ചതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കേരള ഫുട്ബോൾ അസോസിയേഷനോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനായോ ഈ ചർച്ചകളിൽ ഒരിടത്തും പങ്കാളികളാക്കിയിരുന്നില്ല. മന്ത്രിയുടെ സ്പെയിൻ യാത്രയ്ക്കായി മുൻ സർക്കാർ ഖജനാവിൽ നിന്ന് 14 ലക്ഷം രൂപ ചെലവായത് സാമ്പത്തിക നഷ്ടമായി തന്നെ കണക്കാക്കേണ്ടി ഒന്നാണ്. 126 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കരാറിനെക്കുറിച്ച് പറയുമ്പോഴും അതിലെ നിയമപരവും ഭരണഘടനാപരവുമായ ബാധ്യതകൾ സർക്കാർ ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല. സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ സ്വകാര്യ ഏജൻസികൾക്കായി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തത് അതീവ ഗുരുതരമായ കാര്യമാണെന്നും പറഞ്ഞു. അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി ഒ.ജെ. ജനീഷ് വ്യക്തമാക്കി. എന്റെ വാദം സർക്കാരിന് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാദം. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായോ സാമ്പത്തിക ലാഭമുണ്ടായോ എന്നുള്ളതല്ല, സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവൻ്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ, ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കിയതിന് ശേഷം സർക്കാരിന് ചില്ലിക്കാശ് നഷ്ടമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് സർക്കാർ പാലിക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് വേണ്ടുന്ന അപേക്ഷകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഗോട്ടാഡ് എന്ന് പറയുന്ന ഒരു പരസ്യ കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അന്നത്തെ സ്പോർട്സ് മന്ത്രിക്ക് വരുന്നത്. ആ ഇമെയിൽ കമ്മ്യൂണിക്കേഷന് ശേഷം ആ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അയക്കുന്നതിന് വെറും 20 ദിവസം മുമ്പ് മാത്രമാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു 20 ദിവസം മുമ്പ് മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വെറും 1 ലക്ഷം രൂപ മാത്രം പെയ്ഡ് ക്യാപിറ്റലുള്ള ഒരു സ്ഥാപനത്തിന്, ഒരു കമ്പനിക്ക് ലയണൽ മെസ്സിയെ പോലെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫുട്ബോൾ കളിക്കാരനെ, ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രപ്പോസലുമായി വരുമ്പോൾ അവർക്ക് ഇതിനു മുമ്പ് അത്തരത്തിലൊരു ഇവൻ്റ് നടത്തി പരിചയമുണ്ടോ? ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഫുട്ബോൾ താരങ്ങളെയോ അല്ലെങ്കിൽ ക്ലബ്ബുകളെയോ രാജ്യങ്ങളെയോ കേരളത്തിനകത്തേക്ക് കൊണ്ടുവന്ന ഒരു ക്ലബ്ബാണോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയാണോ ഇവരെന്നുള്ള അടക്കമുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇവരൊരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു നടപടിക്രമത്തിലേക്ക് വരുന്ന ഒരു ഫയൽ, ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ഇമെയിലിലേക്ക് വരുന്ന ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുന്ന ഒരു കത്ത്, ഒരു പ്രപ്പോസൽ, അത് കൈകാര്യം ചെയ്യേണ്ടുന്ന രീതി റൂൾസ് ഓഫ് പ്രൊസീജിയർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ നടപടിക്രമങ്ങളിലെ വീഴ്ച ആരംഭിക്കുന്നത്. അത് തപാൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അതിൽ നമ്പർ എടുക്കപ്പെടുകയോ അത് ഡിപ്പാർട്ട്മെൻ്റൽ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. 2 വർഷക്കാലമാണ് ഏറ്റവും ചുരുങ്ങിയത് ഈ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഈ തരത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒരു നോട്ട് മുഖാന്തരം ഇത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു വലിയ പ്രൊസീജിയർ ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ചില പ്രത്യേക താല്പര്യങ്ങളുടെ പേരിലാണോ എന്ന് ചോദിച്ചാൽ ആർക്കും ആശങ്ക പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടായോ നഷ്ടമുണ്ടായോ എന്നുള്ളതല്ല, സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്.